ഇങ്ങ് വാ. മഴക്കാലം തുടങ്ങിട്ടാ നോക്കി നിന്നോ. അവിടെ എന്തെങ്കിലും ചെയ്യട്ടെ. ആ ഓടൊന്ന് മാറ്റുന്നേ. ആ അടുക്കളയുടെ അപ്പുറത്തുള്ള ഇതിനകത്ത് ഓട് പൊട്ടി അവിടെയൊക്കെ വെള്ളം വീണ കണ്ടോ നിങ്ങള്? ക്ലീറ്റഡ് തന്നെ ചെയ്യാന്നുള്ളൂ. ഒരു ഓട് പൊട്ടിയിട്ടേ ഉള്ളൂ അത്. ഞാൻ കയറിയത് മാറ്റാണ്. എന്തേ? അത് ഓട് പൊട്ടിയത് മാത്രമല്ല, അതിന്റെ ആ മേളിലെ കഴുക്കോലില്ലേ അത് ദ്രവിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് മാറണം. പിന്നെ ഈ അറിഞ്ഞൂടാത്ത പണി നമ്മൾ കയറി ചെയ്തിട്ട് കാര്യമില്ല. അതിലൊക്കെ ഞാൻ കയറാം. ഈ കയറണ്ട. നമ്മുടെ എൻ്റെ ഒരു പഴയ കൂട്ടുകാരും ഒരു പണിക്കാരുണ്ടായിരുന്നു, അവൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്. എന്തിനാ ക്ലീറ്റ് അവന് ഒരു തച്ച് കൊടുക്കണം? ആ ഒരു ഓട് മാറണത് അപ്പുറത്ത് ഓടിരിപ്പുണ്ട്. ഞാൻ പോയി ഓട് എടുത്തിട്ട് വരാം. അപ്പൊ നമുക്ക് കൈയോടെ അങ്ങ് മാറ്റി. അവന് കാശൊന്നും കൊടുക്കണ്ട. അവൻ എൻ്റെ പഴയ ഫ്രണ്ടാ, ഗൾഫിലൊക്കെ ആയിരുന്നു, ഇപ്പോൾ ഇവിടെ ഉണ്ട്. എന്നാ പിന്നെ പോയി വിളിച്ചോണ്ട് വാ. അത് ഒരു കുളമാകും അടുക്കള. വിളിക്കാൻ ഞാൻ പോയ ഉടനെ അങ്ങനെ വിളിച്ചാൽ വേറെ വല്ല പണിയിൽ വരായിരിക്കും. ഒന്ന് സംസാരിച്ച് നാളത്തേക്ക് ഞാൻ അറേഞ്ച് ചെയ്യാം. ഇടി ഇടി കേറും കൂടി വാ. ഇങ്ങനെ കയറി തോർത്തെടുത്തോളെ. എപ്പോ ഇറങ്ങിയത്? നീ അല്ലോണം നോക്കണേ. പനിയുടെ മതി. മുരളി ലോട്ടറി അടിച്ച മതി. ലോട്ടറി കച്ചവടമൊക്കെ അങ്ങ് നിർത്തിയില്ലേ? നമ്മളറിയാം എത്ര 50 ലക്ഷം അടിച്ചത്. അല്ല, ഒരു 2 ലക്ഷം രൂപ തരാനുണ്ട. എനിക്ക് ഇച്ചിരി പൈസ വരാനുണ്ട്. ഞാൻ തരാം, തിരിച്ച് ഉടനെ തരാം. അല്ല, നിന്റെ ഇപ്പൊ ഇച്ചിരി പൈസ സഹായിക്കാനുണ്ടോ? ഞാൻ എടുക്കാം മറിച്ച്. ഹലോ കുട്ടപ്പാ, നീ എവിടെ? നിന്നെ കാണാനില്ല. എടാ, ഇതിലെ പോയപ്പോങ്കിലും എന്റെ വീട്ടിലോട്ട് ചെല്ലു പറളി. എടാ, ഇതുവഴി പോയപ്പോങ്കിലും എന്റെ വീട്ടിലോട്ട് തിരിഞ്ഞു നോക്കിട്ട് പോക്കൂടെ? നീ എന്ന് വന്ന്? ഞാൻ വീട്ടില് 6 മാസമായി. ഞാൻ കുറച്ച് ദിവസം ഭാര്യ വീട്ടില് കായംകുളത്തായിരുന്നു. കായംകുളത്താ? ഓ, അത് ശരി. നീ എന്ന് തിരിച്ചു പോണേ? ഇനി പോണില്ലേ? മതിയാക്കി. അങ്ങനെയാണെങ്കിലേ നമ്മളെ പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച് നമുക്ക് പഴയ പോലെ ഒന്ന് തുടരണം. പാർട്ടിയിലൊന്നും കയറാൻ സമ്മതിക്കൊന്നുമില്ല. ഭാര്യ ആഴ്ച കൊല്ലുമല്ലേ. ഭയങ്കര ഇഷ്ടക്കാരാണ്. പിന്നെ ചെറിയ പണിയൊക്കെ ഉണ്ട്, തട്ടിമുട്ടിയൊക്കെ ഉണ്ട്. പണിയുണ്ട്. പിന്നെ സാധനങ്ങൾ തുരുപ്പെടുത്ത് പോകണമെന്ന് വിചാരിച്ചെടുത്ത് പണിക്കിറങ്ങി. ഞാൻ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്നിരുന്നു. എന്ന്? ഒരു 2-3 ആഴ്ച ആയടേ. എന്റെ ഭാര്യ ഒന്നും പറഞ്ഞില്ലല്ലോ. നിന്റെ വീട്ടിൽ ആരും ഇല്ലായിരുന്നല്ലോ. പൂട്ടിട്ടിരിക്കായിരുന്നു. ഞാൻ നോക്കിട്ട് ഞാൻ ഇറങ്ങി പോന്നു. നീ പണിയൊന്നും തുടങ്ങും ക്ഷീണുണ്ടല്ലേ? പണിയുണ്ട്, ഒരു 4-5 പണിയൊക്കെ പറഞ്ഞ പണികളൊക്കെ ഉണ്ട്. അതെ. അതെന്തായാലും നന്നായി. ഒന്നുമില്ലടേ, എൻ്റെ വീട്ടിലെ ഒരു ചായപ്പിന്റെ അടുത്ത് ഓട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് വെള്ളം ലീക്ക് ചെയ്യണം. ഓടിളക്കി പുതിയ അതല്ല, ഓട് പൊട്ടിയിട്ട് എങ്ങാണ്ടോ അത് കഴുക്കോലിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അപ്പൊ വെള്ളം കുറച്ച് ലീക്കാണ്. ശരിയാക്കാം. ഈ നാളെ ഒന്ന് ഇറങ്ങും അങ്ങോട്ട്. ഇന്ന് വന്നാൽ വളരെ ഉപകാരം. നാളെ ഒന്നും പറ്റൂലേ? നാളെ ഒന്നും പറ്റൂല. ഇല്ല, പണി ഇഷ്ടംപോലെ കിടക്കണം. അതല്ലേ മഴയും കൂടെ ആയതുകൊണ്ട് ആകെ പ്രശ്നമായിട്ട് കിടക്കണം. വെള്ളം ചോർച്ച. അതല്ലേ ഈ വന്ന് വിളിക്കുമ്പോഴൊന്നും പറയാതിരിക്കാനും പറ്റൂലല്ലോ എന്നുള്ള നമ്മളെ സ്നേഹബന്ധം നമുക്ക് കളയാൻ പറ്റൂലല്ലോ. എന്താ മഴ പെയ്തിട്ടേ വെള്ളം വീട്ടിൽ. ശരി, നോക്കാം. നാളെ മറ്റേതൊക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കാം. നാളെ ഞാൻ ഇറങ്ങോ? നീ വരാം. കണ്ടല്ലോ. ഇവിടെ നീ നരച്ചല്ലടാ. നരച്ചേ. അത് ഈ ഗൾഫിൽ നമ്മളെ കുറെ എണ്ണകളൊക്കെ വാരി തേച്ച്. നീ ഡൈ അടിച്ചിരിക്കണ്ടേ? കൈയൊന്നുമല്ല, എനിക്ക് ഒറിജിനൽ കളർ. ഞാൻ തന്നെ ഡൈ അടിക്കണേ. മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. 3 പെമ്പിള്ളേരല്ലേ? 3 പെമ്പിള്ളേര്. ശരി, നാളെ ഇറങ്ങണം. ഞാൻ വേറെ പരിപാടിയെല്ലാം മാറ്റി. നീ അതൊന്നും പറയണ്ട. എന്റെ ജോലിയും കളഞ്ഞിട്ടാണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. എന്തിനുകൊണ്ടാണ്? നിന്റെ അടുത്ത് സ്നേഹം കൊണ്ട്. കണ്ടല്ലോ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ കളിയാ. അപ്പൊ ഞാൻ രാവിലെ വരാം. നീ ബൈക്കൊന്നുമില്ലേ? ബൈക്കിൽ തന്നെ പോണത്. പഴയതല്ലേ? പഴയത് അന്ന് വെച്ചിട്ട് പോയതല്ലേ? നാളെ എത്ര മറക്കല്ലേ? പോയിട്ടോ. ഒരു കാര്യം, കൂട്ടുകാരനാണെന്ന് പറഞ്ഞാൽ പൈസ നേരം നീട്ടിക്കളയല്ലേ? ഞാൻ വഴുത വെച്ച് അടിച്ചിരിക്കാം. കാര്യം അതൊക്കെ നമുക്ക് ആലോചിക്കാം. ക്ലീറ്റപ്പാ, ക്ലീറ്റപ്പാ, ക്ലീറ്റപ്പാ. ആരായിക്കോട്ട് വഴിയൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നോ? പണ്ട് ഇവിടെ വന്നിട്ടുള്ളല്ലേ? തങ്കം, തങ്കം, എന്തിനു പണി ഇവിടെ?
നീ പറയാം. അറിയോ? വല്ല പരിചയമുണ്ടാ? പണ്ട് നമ്മളെ പാർട്ടിയിലൊക്കെ പ്രവർത്തി തുടങ്ങിയപ്പോ വിസ കിട്ടി ഗൾഫിൽ പോയി കാർപ്പൻ്ററായിട്ട്. ഓട് നോക്കാൻ വേണ്ടി എവിടെയാണ് പണിയുണ്ട്? എവിടെ? അതെ ആ സൈഡിലാ. ഓട് മാറ്റാനാ? ചെറിയ ചോർച്ച. ചെറുതൊന്നുമല്ല, നല്ല ചോർച്ചയുണ്ട്. നല്ല ചോർച്ചുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ശരിയാക്കി തരാം. നമ്മളെ കമ്പനി അല്ലേ ഇത്? എവിടെയാ വീട്? എവിടെയാ ഇപ്പൊ? ആ വീട് ഇവിടെ അടുത്ത് തന്നെ. ജഗതി ആ മുടിപ്പരയല്ലേ? അതിന്റെ മുടിപ്പരയുടെ അപ്പുറമായിട്ട് വരും. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് ഞാനും ഉണ്ട്, 3 പെൺമക്കള്. ശരി. പെണ്ണുമ്പിള്ള കെട്ടിച്ചോട്ടോ പിള്ളേരൊക്കെ? ഇല്ല. ചെറിയ കുട്ടികളാ. ഞാൻ ചായ എടുക്കാം. ശരി, ചായ ചായ എടുക്കുക മാത്രമല്ല, ഇന്ന് ഉണ്ടിട്ടേ പോകുള്ളൂ ഇവിടെ നിന്ന്. നമ്മളെ കമ്പനി അല്ലേ പണ്ടത്തെ. കാണിച്ചു കൊടുക്ക് ക്ലീറ്റോ. ഞാൻ കാണിച്ചു കൊടുക്കാം. പിന്നെ നീ രാവിലെ അല്ലേ നീ ചെയ്യാം? ഇല്ല, ചുമ്മാ ഇല്ല, ഞാൻ ഇപ്പൊ ചായ കുടിച്ചിട്ട് വന്നു അവിടെ. ഓ, മണം പറഞ്ഞു. മണം ഇന്നലത്തെ കഴുത്ത് മൊട്ടം അടിച്ചല്ലേ? ഇപ്പോഴും നീയൊക്കെ പഴയ പോലെ കുട്ടപ്പാ. സംഭവം ആ മൂലക്കില്ലേ, അതുകൊണ്ട് അവിടുത്തെ ഓടിനാണ് ചെറിയ പൊട്ടലുള്ളത്. ഇത് നിസാര കേസടേ. അല്ലത് മഴ പെയ്യുമ്പോ നല്ല വെള്ളം ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അത് ഇടയ്ക്ക് നല്ല മഴയാണെങ്കിൽ വെള്ളം അടുക്കും. ഇതെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് വേറെ വലിയ വീടും എല്ലാം വെക്കാൻ നോക്കണം. ഇതിപ്പോ നമ്മളെ പേരിലായില്ലേ? ഇല്ല, അവളെ ഭാര്യയുടെ അമ്മയുടെ പേര് കിടക്കണേ ഉള്ളൂ. നല്ല എലി വിഷം വാങ്ങിച്ചു കൊടുത്ത് കൊന്നിട്ട് ഇതൊക്കെ ഇടിച്ച് കളഞ്ഞൊരു ഫ്ലാറ്റ് വെക്കേണ്ടേ? ചുമ്മാ ഈ ഒരു കാര്യം ചെയ്യ്, ഈ ആണി എടുത്തു വിടുവേ. ഏണി ഞാൻ എടുത്ത് വെക്കണം. എടുത്തു. അതെ, ഏണിയാണേ സംഭവം. അവള് പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അപ്പൊ ഞാൻ പിന്നെ ഇത് ചെവിക്കൊണ്ടില്ല. നല്ല രീതിയിൽ എന്തെങ്കിലും ഇതാവട്ടെ. ഇപ്പോഴല്ലേ കണ്ടുള്ളൂ. അതെ, വളരെ സമയമുണ്ടെന്ന് പറയില്ലേ? ഞാൻ പിടിക്കണം, ഞാൻ നോക്കട്ടെ. അയ്യോ, ഇത് 10 മിനിറ്റത്തെ കേസാ. ചെറിയൊരു ഓട പൊട്ടിരിക്കുന്നത്. അതിന് 10 മിനിറ്റത്തെ കേസ്. ഒരു ഓടങ്ങളൊക്കെ മാറ്റിയാൽ അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ചെയ്യണം. നീ ഇഞ്ചാടാ കണ്ടിട്ട് കുറെ ദിവസം ആയില്ലാടാ നല്ല കണ്ടിട്ട്. നമുക്കൊന്ന് കുറച്ച് നേരം സംസാരിക്കട്ടെ. ഇങ്ങനെ വാങ്ങിട്ട് അല്ല ഇതിപ്പോ അതൊക്കെ 10 മിനിറ്റത്തെ കേസ് ഞാൻ ശരിയാക്കി തരാം. അത്രേ ഉള്ളൂ. 10 മിനിറ്റ് നീ വാ, നമുക്ക് കാര്യങ്ങൾ സംസാരിച്ചിട്ട് കാണുമെന്നുള്ളൊരു വിഷമായിരുന്നു. ഞാൻ പെട്ടെന്ന് ശരിയാക്കി തരാം. ഇതിലാണ് ഉള്ള ടൂൾസ് അത്രയും പറക്കൊണ്ട് വന്ന്. അല്ല 10 മിനിറ്റ് കൊണ്ടൊക്കെ തീരാനുള്ളതേ ഉള്ളൂ. എനിക്ക് ആ കഴുക്കോല് അതെല്ലാം സംശയം. ഒരു കസാര എടുത്ത് അങ്ങോട്ട് കയറി എന്നിട്ട് അതൊക്കെ നീക്കിയിടണേ. എന്തിന് അതാണ് വലിയ പണിയെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നത്. അല്ല നല്ലൊരു വെള്ളം അകത്ത് നല്ലൊരു വീണുണ്ടേ. വെള്ളം കുഴപ്പമില്ല, വെള്ളമൊക്കെ നമുക്ക് ശരിയാക്കാം. 10 മിനിറ്റ് ഗ്യാസല്ലേ ഉള്ളൂ. ഈ കാര്യം ചെയ്യും, അവിടെ പോയി ഒരു 2 ഗ്ലാസും ടച്ചപ്പിന് ഇന്നലത്തെ വല്ല അച്ചാറ വല്ല മീൻ കൂട്ടാനോ ഉള്ള എടുത്തോളാം. എന്താണ് നീ പറയണത്? തങ്കം കണ്ട മോശം. വർഷങ്ങളായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ പോലെ കണ്ടപ്പോ ഇങ്ങനെ സംഭവം ശരി തന്നെ. പണി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് സൈഡിൽ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാം. നീ മിണ്ടായി. ഇത് 10 മിനിറ്റ് ഗ്യാസ് ഞാൻ പറഞ്ഞില്ലേ. എന്നാലും ഇത് തങ്കം കണ്ടാലേ അതൊന്നും കുഴപ്പമില്ല. നീ മിണ്ടായി. നീ ഗ്ലാസ് എടുത്തോണ്ടോ. പെട്ടെന്ന് പോണേ. ഇതിപ്പോ സംഭവം ഞാനാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് കഴിപ്പ് നിർത്തി വെച്ചേക്കാം. കണ്ട അറിയാം, നല്ല വീശുന്ന ആളെ തന്നെ. അങ്ങനെ കഴിക്കൂല. നീ പോയി എടുത്തോളാം ഇങ്ങോട്ട്. അങ്ങ് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമാവും. ഒന്നുമില്ല. ഇതുവരെ തുടങ്ങിയില്ലേ? തുടങ്ങി. ഞാൻ ഇച്ചിരി വെള്ളം വേണമെന്ന് പറഞ്ഞു. വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് കൊടുക്കാം. എന്റെ ക്ലീറ്റോ, ഈ വർത്താനം പറഞ്ഞോണ്ടിരിക്കാതെ അതൊന്ന് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ അതൊന്നുമില്ല. വെറും 10 മിനിറ്റിന്റെ പണിയേ ഉള്ളൂ. പിന്നെ 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് സമയം 1 മണിക്കൂറായി. ഞങ്ങൾ ഇച്ചിരി പഴയ കഥകളൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ. ഈ ബഹളം വെക്കല്ലേ. പഴയ കഥ പറയണമെങ്കിൽ അവിടെ എങ്ങാനും പോയിരുന്ന് പറഞ്ഞാൽ പോലെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടോ? ഈ ഓടിൽ തൊട്ടാൽ അറിയുന്നേ അതിന് പണിയും തോറുണ്ട്. വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അവന് പറഞ്ഞ മാതിരി ഇത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്ന് ചെയ്തു തരണേണ്. പിന്നെ അവനോട് ഞാൻ പണിയെന്ന് പറയാൻ പറ്റില്ല. പൈസ ഒന്നും കൊടുത്താൽ വാങ്ങൂല. അപ്പോൾ എന്നെ വിളിക്കാൻ വരുന്നപ്പോഴേ പറഞ്ഞിട്ട് ഇത് എൻ്റെ നമ്മളെ സ്നേഹത്തിന് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ആയിക്കോട്ടെ നമുക്ക് അത് ചെയ്യാൻ. അതിനിടയ്ക്ക് അവൻ ചെയ്തു തരും. 10 മിനിറ്റിൻ്റെ കാര്യം. നീ ചോറെടുക്കേ. ചോറിന്റെ പണിയൊക്കെ ഞാൻ ചെയ്യാൻ നോക്കാം ചെയ്തിട്ട്. വേറെ ഒന്നുമില്ല. തങ്കം കണ്ടാല് പണി കഴിഞ്ഞിട്ടാണെങ്കിൽ അവൾ ഒന്നും പറയില്ല. ഇപ്പൊ കണ്ടില്ല, ഞാൻ അവൾ കാണാതെ ഇതെല്ലാം എടുക്കുന്നു വന്ന. നീ മിണ്ടാരി. നീ ഇല്ല അതെ പറഞ്ഞ. ഞാൻ ഒന്ന് ആലോചിക്കണേ, ഈ രാഷ്ട്രീയത്തിലോട്ട് വന്ന വല്ല ഉണ്ടാളേ?
രാഷ്ട്രീയം കുഴപ്പമൊന്നുമില്ലേ കുഴപ്പമില്ലല്ലേ? ഉണ്ടായിരുന്ന ആളല്ലേ. ഞാൻ ഒന്ന് പഴയതുപോലെ അങ്ങ് ഇറങ്ങിയാലെന്ന് ആലോചിക്കുക. ഇറങ്ങിയാ നല്ലത്. നമുക്ക് പ്രവർത്തനങ്ങൾ കുറെ കൂടെ വിപുലമായി. എനിക്ക് നീ പണ്ടുണ്ടല്ലോ, പണ്ട് നീ എന്നെ ഒരു ജാഥയ്ക്ക് വിളിച്ചോണ്ട് പോയി ഓർമ്മയുണ്ട? സെക്രട്ടറിന്റെ തടയില് കല്ലെറിയൊക്കെ ഉണ്ടായി. ഞാൻ ഒരു കല്ലെടുത്ത് എറിയാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് യാവന അവിടുത്തെ ബാക്കിൽ നിന്ന് ഒരു കല്ലെടുത്ത് എന്നെ ഇറങ്ങി. അതോടുകൂടി എന്റെ ബുദ്ധിയെല്ലാം പോയി അമ്മച്ചാണ്. നമ്മളെ പാർട്ടിയിൽ ആരോ എന്നത് എറിഞ്ഞത്. അത് കുറെ പുതിയ ഇറക്കന്മാർ മുന്നില്ലാത്തമാരുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള ഉണ്ടായിരുന്നു എന്റെ പാർട്ടിയിൽ. ഇപ്പൊ എല്ലാം നല്ല എറിയാൻ ഗ്ലാസ്സിനാണോ? ഇങ്ങോട്ടൊന്ന് വന്നേ. വരുമ്പങ്ങളെ ഇപ്പൊ വലിപ്പം വരും. ഞാനേ ഗ്ലാസ് 10 മിനിറ്റ് ഞാൻ ഇങ്ങോട്ട് വരണുണ്ടോ? വരുന്നേ. എന്ത് അവിടെ എന്താ പരിപാടി? പഴയ കഥകളൊക്കെ പറഞ്ഞിട്ട് ചിരിച്ച് എന്താണ് ഞങ്ങളെ പണ്ടത്തെ പാർട്ടിയിൽ വന്ന കഥകളൊക്കെ. ഇനി ഇത്രമാത്രം ചിരിക്കാനെന്താ പറഞ്ഞിട്ട് നിങ്ങളെന്താ കിടന്ന് കുഴയണത്? ആര്? ഞാനോ? ഇതിന് ഒരു കുറവും വരുത്തരുത് കേട്ടോ. ഏത്? തിന്നില്ലെങ്കിലും കുടിച്ചില്ലെങ്കിലും ഈ ഉള്ളിലോട്ട് പോണ സാധനത്തിനെ എന്താ വെച്ച് കഴിഞ്ഞാലേ എന്താന്ന് വെച്ചാൽ കഴിഞ്ഞാല് പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കണ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ശകൽ പഴയ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഇത് നിർബന്ധമാണെങ്കിൽ ഇവിടെ ഒരു കുപ്പി മേടിച്ചു വെക്ക്. അപ്പൊ എനിക്കും ഇടയ്ക്ക് എടുത്ത് കുടിക്കാമല്ലോ. എന്താ പറയുമ്പോ നീ അവനും ചോറിന് എന്തെങ്കിലും പെട്ടെന്ന് റെഡിയാ. ചോറിനുള്ള കാര്യമല്ല, ഇത് ചെയ്യാൻ നോക്കണ്ടോ നിങ്ങള്? ഇനിയിപ്പൊ പറയും ഉച്ച ചോറിന്റെ കഴിയട്ടെ എന്നിട്ട് ചെയ്യാന്ന് പറയും. അത് 10 മിനിറ്റ് മതി, അവൻ കേൾക്കണ്ട. പിന്നെ ഇപ്പൊ എത്ര നേരം കിട്ടി? 10 മിനിറ്റ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇതുവരെ അതൊന്ന് വന്ന് നോക്കിയോ? അത് ഞങ്ങൾ പോയി നോക്കി, കുഴപ്പമില്ല. 10 മിനിറ്റ് ഒന്നും അതുകൊണ്ടല്ലേ പറഞ്ഞേ. പിന്നെ ശരി ചിക്കൻ മേടിച്ച് കൊടുക്കായിരുന്നു അവന്. ചിക്കൻ മേടിക്കാൻ ഇരിക്കണം ഇവിടെ പറയണ്ടേ. മറ്റേ ഞാൻ ചോദിച്ചോട്ടോ, അവൻ പണി ചെയ്താൽ പൈസ വാങ്ങിക്കൂല. ആ രീതിയിൽ അതൊന്നും വേണ്ട. ആ പൈസ വേറൊരാളെ വിളിച്ച് നമ്മളിപ്പോൾ അത് കൊടുക്കണ്ടേ? അടുത്ത ചിക്കൻ വാങ്ങിച്ചൂടായിരുന്നു. ചിക്കൻ മേടിക്കാനുള്ള പൈസ ഇല്ല ഇവിടെ. ഇന്നലെ വെച്ച മീൻകറി ഇരിപ്പുണ്ട്, നല്ല മീൻകറിയാ. 2 കഷ്ണം മീൻ വറുത്തതും ഉണ്ട്. വേണമെങ്കിൽ ഒരു മുട്ട വറുത്തതും കൂടി ഉണ്ടാക്കാം. മതി, അത് ധാരാളം. അത് മതി, അതൊക്കെ മതി, അത് മതി. നീ എല്ലാം ഒന്ന് കറക്റ്റ് നല്ല രീതിയിൽ ഞാൻ ചെയ്യാം. എൻ്റെ പൊന്നു ക്ലീറ്റോ ഒന്ന് ശരിയാക്കി തരുമോ? എൻ്റെ പൊന്നെ അതിപ്പോൾ ശരിയാക്കി തരാന്നേ. 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ഞങ്ങളൊന്ന് ഒരു കാര്യം കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാക്കി ഒന്ന് പറഞ്ഞിട്ട് ശരിയാ. നീ ഫുഡ് ചോറ് റെഡിയാക്കാം. ഇനി കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ കൊഴുത്തെ പിടിച്ച് നിൽക്കും ഞാൻ. ഞാനില്ല, സത്യം. അയ്യോ അയ്യോ എൻ്റെ പൊന്നെ, എന്നെ കൊല്ലല്ലേ. ഞാനില്ല, ഞാൻ ചെറുതേ ഉള്ളൂ, ഒരുപാടില്ല. ഇതൊരു സാധു എൻ്റെ അമ്മോ. എന്തേ ഭാര്യ കലിപ്പാ? ഇല്ല, കലിപ്പൊന്നുമില്ല. എന്റെ കാര്യം ഭയങ്കര കലിപ്പാണ് കേട്ടാ. ഭയങ്കര കലിപ്പാണ്. അത് വെള്ളമടിച്ചിട്ട് കഴിഞ്ഞാൽ അവളെ കെട്ടിയതോടു കൂടി എന്റെ ബാക്കിയുള്ള ബുദ്ധിയുടെ. ഇതിപ്പോ തങ്കം ചോദിച്ച് ഉച്ചയ്ക്ക് ഉണ്ണാൻ നീ കാണുമെന്ന്. അമ്മ ഉണ്ടിട്ടപ്പോ നമുക്ക് കാര്യം ചെയ്യാം. ബാക്കി പണിയിൽ മതി. ബാക്കി നമുക്ക് പണി കഴിഞ്ഞിട്ട് അടിക്കാം. ഇതേ സംഭവം മഴ പെയ്താലേ ഉള്ളൂ കുഴപ്പം. മഴ എന്ത് മഴയെന്ന് പറഞ്ഞാ അങ്ങനെ പറയാക്കൂല്ലോ. എടാ ഇത് 10 മിനിറ്റത്തെ കേസാണ്. 10 മിനിറ്റ് പണി ചെയ്യടെ. 10 മിനിറ്റത്തെ കേസ് ഞാൻ പറഞ്ഞില്ല, ചുമ്മാ കിടന്നുണ്ട്. ഈ കാര്യം ചെയ്യും, എനിക്കൊരു ഉപകാരം ചെയ്യാം. നീ കയറിയിട്ടാ പൊട്ടിയ ഓടില്ലേ കണ്ടത്, അതിന് നീ ഇറക്കി താഴെ അപ്പോഴത്തേക്ക് ഞാൻ ഇപ്പൊ ശരിയാക്കി. ഞാൻ ഇറക്കി തരാമല്ലോ. നീ കേറടാ. പേടിക്കുന്നേ? പേടിയൊന്നുമില്ല, ഞാൻ ഇവിടെ അടുത്തിരിക്കേ. നീ പിന്നെ എൻ്റെ കൂട്ടുകാരനല്ലേ, എന്നെ പിന്നെ പേടിക്കാതൊന്നുമില്ലല്ലോ. എനിക്ക് ഏണി ചോദിക്കുമോന്നുള്ളൊരു സംശയമുണ്ട്. ഞാനേ ഈ പിന്നെ ഈ ഓട് ഇങ്ങനെ ഇളക്കിയിടുന്നാൽ മതിയല്ലോ. അപ്പൊ അതൊക്കെ നോക്കി ഇളക്കണം, നോക്കി കേട്ടല്ല. ഞാൻ ഓട് അങ്ങനെ അതിനെങ്ങി ഇളക്കിയിടും. പൊടിയൊക്കെ തട്ടി കളയടാ. ഇത് നിൽക്കുക, ഞാൻ നോക്കട്ടെ. ഇത് ഒരു പടി കൂടെ കയറും, ഒരു പടി കൂടെ. ഇല്ല, ഇത് നോട്ടെ. അയ്യോ കുട്ടപ്പാ, ഇത് എന്റെ കൈക്ക് നടക്കുമെന്നോ ഒരു സംശയം. കേറല്ലേ? നടത്തി തരാടാ, ഞാനല്ലേ ഇവിടെ ഇരിക്കണേ. ഞാൻ ഒന്നുകൂടെ കേറേ. ഒരു പടി കൂടെ കയറും. കേറിയാൽ എനിക്ക് കുഴപ്പമില്ലല്ലോ. ഇല്ല ഇല്ല.
ഇളക്ക് ഇളക്കടേ താഴെ ഇളക്കി ഇല്ലേ വെറുതെ പിടിച്ചാൽ മതിയാ വെറുതെ ഇങ്ങ് ഇളക്കിയേ കൈൻ്റെ ഇളക്കല്ലേ ആ കഴിഞ്ഞ ഇളക്കിയത് ഇത്തിരി ബലം പിടിച്ച് ഇങ്ങനെ ഓടെ ഇവനാണ് നമ്മളെ ഇല്ലല്ല നമ്മളെ തന്നെ കളി വീട്ടില് വെള്ളം ചോർച്ച കിട്ടി കിട്ടിയല്ലേ അവിടെ ഇട്. അത് പോട്ടെ ഈ താഴെ ഇറങ്ങും ഞാനെ പോട്ടി നമ്മളെ വെള്ളം താഴെ ഇറങ്ങടാ എന്റെ ഭാര്യയുടെ അടുക്കള എല്ലാം വെള്ളമാക്കി ഇതൊക്കെ നിസ്സാര കേസാണ് നീ താഴെ ഇറങ്ങ് ഇപ്പൊ കുഴപ്പമില്ല ഇറങ്ങടേ ഇപ്പൊ ഏണിയായിട്ടൊരു പരിചയം കിട്ടി ഇറങ്ങ് ആ തങ്കം നമസ്കാരം ചോറൊക്കെ വെച്ചാ തങ്കം പൊട്ടിയോട്ടണം എത്ര സമയം കൊണ്ട് കയറി നിൽക്കണമെന്നറിയാമോ ഇറങ്ങില്ല കയറണ്ട ഞാൻ ഓടെടുത്തിട്ടേ അങ്ങോട്ട് സൗകര്യ ആ ഓടുന്ന എടുത്തോളൂ ഒരു രൂപ നമ്മളെ ഓടല്ലേ നമ്മളെ ഓടുന്ന മാറ്റാല്ലേ അല്ല ഒരു 10 മിനിറ്റ് പെട്ടെന്ന് അങ്ങോട്ട് കയറിയല്ലേ നോക്കണ്ടേ ഇതിപ്പോ കളിക്കണം ഇത് ആര് പിടിക്കും ആര് പിടിക്കും നീ എന്നെ പിടിച്ചങ്ങ് കയറിയാ മതി പതുക്കെ പിടിച്ച് അങ്ങനെ എടുത്ത് കയ്യിൽ വെച്ച് ഇനി വലുത് കാലെടുത്ത് എനിക്കെന്താ ഇതൊരു പുത്തരിയല്ലല്ലോ 10 മിനിറ്റ് കാര്യമുള്ളൂ ഈ ഓർഡർ ഇവിടെ വെച്ച 10 മിനിറ്റ് കാര്യമുള്ളൂ ഒന്നുകൂടെ കറിക്കട്ടെ ഇവിടെ എട്ടാടേ ഓട് അതെ ഓട് സിറ്റിംഗ് ആയില്ല സിറ്റിംഗ് ആയില്ല സിറ്റിംഗ് ആവണമെങ്കിൽ ഇതിന്നൊരു ഉളി എടുത്ത് 2 തട്ട് പറ ചിറ്റലിട് വിട്ടപ്പോ അത് അതിനകത്ത് നിന്ന് ഞാൻ മദ്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പണി സാധനം കഴിഞ്ഞിട്ടില്ല കേട്ട സൗകര്യം എന്ന് പറയാമോ നമ്മൾ അന്നവും നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ എന്ത് അതാണ് സംഘം നമുക്ക് എല്ലാവർക്കും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പണി ചെയ്തെല്ലാം തീർന്നു 10 മിനിറ്റ് വേണ്ടപ്പാ ഇപ്പൊ എനിക്ക് പണി മനസ്സിലായി ഇത് കുട്ടപ്പാ നീ കള്ളം പറഞ്ഞിട്ട് 5 മിനിറ്റിന്റെ പണിയില്ല ചിക്കല്ലേ വെരി ഗുഡ് മിടക്കി 2 തട്ട് പറ 2 തട്ട് എന്നെ പഠിപ്പില്ലേ കേട്ടാ ആശാരി പണിയിൽ നിനക്ക് ചെറിയൊരു ഭാവി ഉണ്ടെന്നാണ് തോന്നുന്നത് ഏട്ടറേ പട്ടികളെ ശരിയായ ഇനി ഇറങ്ങും താഴെ ഇറങ്ങും ഇത്രേ ഉള്ളൂ കേസേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ 10 മിനിറ്റിന്റെ കേസ് ഇത് 10 മിനിറ്റ് ഇല്ലല്ലോ ഞാൻ ചെയ്തപ്പോ 5 മിനിറ്റ് ഉണ്ട് തോന്നുന്നില്ലേ അതാണ് ഞാൻ പറഞ്ഞു നിനക്കൊരു ഭാവി ഉണ്ടെന്ന് നിന്റെ പണിസ്ഥാനം ഊണൊക്കെയായിട്ട് റെഡി ആയിട്ട് എന്നെ വിളിക്കണേ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം സൂപ്പർ ഊണ് കേട്ടാ പാചകത്തിന്റെ കാര്യത്തിൽ ഇവിടെ നിന്റെ ഭാര്യയല്ല നളന്റെ ഭാര്യയാണ് നളി ശരിയെന്നാ അയ്യാ എത്ര പേര് പണിക്ക് വിളിച്ചെന്നറിയാം ഞാൻ പോകാത്തെന്ത് നമ്മൾ തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ലേ പിന്നെ ഈ പണി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഒരു തപ്പലുണ്ട് പോക്കറ്റിൽ കിടക്കണതെല്ലാം എടുത്തുണ്ടാക്കി പോകും നീ ഒരു 750 എടുത്തു അറിയാം ഈ പൈസ വാങ്ങിച്ചത് കൊണ്ട് നമ്മൾ തമ്മിലെ ബന്ധമൊന്നും വിട്ടളയില്ല കേട്ടാ അതൊക്കെ അങ്ങനെ കിടക്കും ഉള്ളൂ കുഴപ്പമില്ല പകുതി തച്ചിനുള്ള പൈസയായി ശരിയാണിയാ പോട്ടാ ക്ലീറ്റപ്പാ വാളേ നിന്റെ വീട്ടിൽ ഞാൻ കയറി വരുമ്പോഴേ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരണ്ടേടാ കൈവച്ച് വരാൻ പറ്റൂടാ അവിടെ നിന്ന് വന്നപ്പോഴേ ബാബുവിൻ്റെ കയ്യിൽ നിന്ന് ഒരു 500 കടം വാങ്ങിയെന്നാണ് വന്നത് നീ ഒരു 500 എടുത്തുണ്ടോ അതെ എന്താണ് നീ പണി ചെയ്തിട്ട് എന്താ പൈസ അല്ലെന്ന് അല്ല 500 രൂപ വൈകുന്നേരം തരാം വൈകുന്നേരം തരാം തരൂ വൈകുന്നേരം തരൂ അപ്പോൾ ഒരു കാര്യം ചെയ്യും വൈകുന്നേരം ഞാൻ വരുമ്പോഴത്തേക്ക് ഒരു പൈൻറ്റ് കൂടെ എടുത്ത് വെച്ചേക്കേ നമുക്ക് മറ്റേ പണി ചെയ്ത് നോക്കണ്ടേ
ചോറിനാ നോക്കണ്ടേ അപ്പൊ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുമല്ലോ സഹോദരി ഊട് കൊള്ളാം കേട്ടാ സൂപ്പർ ഇടക്കിടക്ക് ചോരാ കേട്ടാ പോട്ടാ പോട്ടാ Alien versus Alien.